ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലബാറിലെ IT വൈദഗ്ധ്യങ്ങളെ പ്രദർശിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും കോഴിക്കോട് സൈബർ പാർക്കിൽ ആദ്യ ഹാക്കത്തോൺ. സൈബർ പാർക്കിലെ ആദ്യ IT മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഹാക്കത്തോണിലൂടെ കോഴിക്കോടിന് കൂടുതൽ പ്രചാരം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇത്തരം പരിപാടിക്ക് തുടക്കമിട്ടത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് മൂലം ഒരു സ്കൂളിനെയും തകർച്ചയെ നേരിടാൻ അനുവദിക്കില്ലെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. IT വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും കോഴിക്കോട് സൈബർ പാർക്കിൽ ആദ്യ ഹാക്കത്തോണിന് തുടക്കം. കർക്കിടകത്തിലെ ദുർഘടമകറ്റാൻ രാമായണ പാരായണത്തിനായി ക്ഷേത്രങ്ങളും ഭവനങ്ങളും ഒരുങ്ങി. ഒപ്പം വിപണിയും. വാർത്തകൾ വിശദമായി. ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് മൂലം ഒരു സ്കൂളിനെയും തകർച്ചയെ നേരിടാൻ അനുവദിക്കില്ലെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. ഗവൺമെന്റ് UP സ്കൂൾ ഈസ്റ്റ് നടക്കാവിന്റെ വികസന പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ. ഗവൺമെന്റ് UP സ്കൂൾ ഈസ്റ്റ് നടക്കാവ് 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നടക്കാവിലെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിയിൽ നിർണായകമായ സംഭാവനകൾ അർപ്പിച്ച ഒരു വിദ്യാലയം കൂടിയാണിത്. സ്കൂളിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി കോർപ്പറേഷൻ സജീവമായി കഴിഞ്ഞു. 14 ലക്ഷം രൂപ ചെലവ് വരുന്ന സ്കൂൾ ക്ലാസ് റൂം കം സ്റ്റേജ് നിർമ്മാണത്തിന്റെയും കളിസ്ഥല നവീകരണത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് മൂലം ഒരു സ്കൂളിനെയും തകർച്ചയെ നേരിടാൻ അനുവദിക്കില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ 14 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ക്ലാസ് റൂമും സ്റ്റേജും കളിസ്ഥലത്തിന്റെ നവീകരണവുമാണ് ഇവിടെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. നല്ലൊരു കരാറുകാരനാണ് ഈ വർക്ക് ഏറ്റെടുത്തത്. വാർഡ് കൌൺസിലർ P. കിഷൻ ചന്ദ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. സ്കൂൾ HM CV ഷീല റോഡ്രിക്സ്, PTA പ്രസിഡന്റ് CK മുഹമ്മദ് ഷെരീഫ്, M. ഗോപാലകൃഷ്ണൻ, KP വിജയകുമാർ, NV ബാബുരാജ്, PM പ്രേമരാജൻ, TK അബ്ദുൽ ലത്തീഫ് ഹാജി, P. ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് P. ഗവാസ്, K. ഷൈജു, VV ശശിധരൻ, N. ശ്രീനിവാസൻ, MK ജയ്ഷത്ത്, PT പവിത്രൻ തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിലെ IT വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുമായി കോഴിക്കോട് സൈബർ പാർക്കിന്റെ ആദ്യ ഹാക്കത്തോണിന് തുടക്കമായി. 2 റൌണ്ടുകളിലായി നടക്കുന്ന ഹാക്കത്തോണിൽ 25 ടീമുകളാണ് പങ്കെടുക്കുന്നത്. IT വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടുന്ന പാനലാണ് വിജയികളെ തെരഞ്ഞെടുക്കുക. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും മലബാറിലെ IT വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനുമായി കോഴിക്കോട് സൈബർ പാർക്കിന്റെ ആദ്യ ഹാക്കത്തോണിന് തുടക്കമായി. 2 റൌണ്ടുകളിലായി നടക്കുന്ന ഹാക്കത്തോണിൽ 25 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഈ ടീമുകളിൽ നിന്നും 5 ടീമുകളെ വീണ്ടും തിരഞ്ഞെടുക്കും. അതിൽ നിന്നുമാണ് വിജയികളെ തിരഞ്ഞെടുക്കുക. 1ാം സ്ഥാനം നേടുന്ന ആൾക്ക് 1 ലക്ഷം രൂപയും 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 50,000, 25,000 രൂപയുമാണ് സമ്മാനമായി നൽകുക. കോർപ്പറേറ്റ് സ്പോൺസർമാരുള്ള 1ാം സമ്മാനം നേടിയ ടീമിന് സൈബർ പാർക്കിൽ 6 മാസത്തേക്ക് 400 ചതുരശ്ര അടി പ്ലഗ് ആൻഡ് പ്ലേ സ്ഥലം സൌജന്യമായി അനുവദിക്കുന്നതായിരിക്കും. IT വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടുന്ന പാനലാണ് വിജയികളെ നിശ്ചയിക്കുക. കൂടാതെ മുന്നിട്ട് നിൽക്കുന്ന 250 സ്റ്റാർട്ടപ്പുകൾക്ക് IT വ്യവസായ മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള നാസ്കോം അംഗീകൃത സ്കോർ കാർഡ് നൽകും. ഹാക്കത്തോണിന്റെ സമാപനം കുറിച്ചുകൊണ്ട് വൻകിട IT ലീഡർഷിപ്പ് മീറ്റും നടക്കുന്നതാണ്. ഇതിൽ രാജ്യത്തെ 30ഓളം IT കമ്പനികളിലെ CEOമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ശുദ്ധിക്ക് വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള മാസമാണ് കർക്കിടകം. കർക്കിടകത്തെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും ഭവനങ്ങളും വിപണിയുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു റിപ്പോർട്ടിലേക്ക്. ശ്രീരാമ കഥകൾ കൊണ്ട് കർക്കിടകത്തെ ഭക്തിസാന്ദ്രമാക്കാൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു.
മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ശുദ്ധിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുതിയൊരു വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഓരോ കർക്കിടകവും. ആധ്യാത്മ രാമായണമാണ് കേരളത്തിന്റെ മിക്കയിടത്തും പാരായണം ചെയ്യുന്നത്. രാമായണത്തിൽ ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും അതിനനുസൃതമായ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ഓരോ ഭാഗവും ചിട്ടയായി വായിക്കുന്നു. രാമായണ പുസ്തകങ്ങളുമായി വിൽപ്പനശാലകൾ നേരത്തെ തയ്യാറായിരുന്നു. ആധ്യാത്മ രാമായണം, തമിഴ് രാമായണം, കമ്പരാമായണം എന്നിങ്ങനെ ആവശ്യക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഒപ്പം രാമായണം വെച്ച് വായിക്കാവുന്ന സ്റ്റാൻഡ്, പലക എന്നുവേണ്ട എല്ലാവിധ സാമഗ്രികളും വിപണിയിൽ ലഭ്യമാണ്. കർക്കിടക മാസത്തെ പഞ്ഞമാസമെന്നും പറയാറുണ്ട്. ഈ കാലയളവിലെ ദാരിദ്ര്യത്തെ അകറ്റാനും ഐശ്വര്യം കൈവരിക്കാനും രാമായണ പാരായണം ഉത്തമമാണെന്നാണ് വിശ്വാസം. വീടും പരിസരവും വൃത്തിയാക്കി ശുദ്ധിയോടെ രാമായണശീലുകളെ കാതോർത്തിരിക്കാം ഇനി ഈ മാസം മുഴുവൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോഹൻലാൽ നായകനാകുന്ന ജിജു ജേക്കബിന്റെ പുതിയ ചിത്രത്തിന്റെ പൂജ കോഴിക്കോട്ട് നടന്നു. സോഫിയ പോളാണ് ചിത്രത്തിൽ നിർമ്മാതാവ്. തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് എം സിന്ധുരാജാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ പൂജ കോഴിക്കോട്ട് നടന്നു. ഹോട്ടൽ മഹാറാണിയിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ, നടി മീന, സംഗീത സംവിധായകൻ ജയചന്ദ്രൻ, ബിജു പാൽ, ഫിയാഫ് വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ടി.എ. റസാഖ് ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എം സിന്ധുരാജാണ് തിരക്കഥ. സോഫിയ പോളാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. നടി മീനയാണ് ചിത്രത്തിന്റെ നായിക. ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ദൃശ്യം സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ മീന വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. പഞ്ചായത്ത് സെക്രട്ടറിയായി ഉലഹന്നാൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുക. ലാലിന്റെ നായികയായി മീന ആനി എന്ന വീട്ടമ്മയായാണ് ചിത്രത്തിൽ വേഷമിടുന്നത്. കോഴിക്കോടും പരിസര പ്രദേശങ്ങളുമാണ് പ്രധാന ലൊക്കേഷനുകൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. അതെ, ആടിമാസാണ്, നമുക്ക് ഷോപ്പ് ചെയ്യണം. പക്ഷേ ഷോപ്പിംഗ് നല്ല ഒറിജിനൽ ആടി സെയിലിൽ നിന്നായിരിക്കണം. ഇതിലുണ്ടോ ഒറിജിനലും അല്ലാത്തതും? ഹിടാ, പൂരങ്ങൾ എത്ര എണ്ണം ഉണ്ട്, പക്ഷെ തൃശൂർ പൂരം ഒന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് കല്യാൺ സിൽക്സിന്റെ ആടി സെയിൽ. ആടിമാസക്കാലത്ത് ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ അവരുടെ പുതിയ കളക്ഷൻസ് കല്യാൺ സിൽക്സിന് നൽകുന്നത് വലിയ വിലക്കുറവിലാണ്. ആ കിഴിവ് കല്യാൺ സിൽക്സ് അതുപോലെ തന്നെ നമുക്ക് കൈമാറുന്നു. ഒപ്പം സ്വന്തം പ്രൊഡക്ഷൻ ഹൌസിലെ പുതിയ കളക്ഷൻസ്. കല്യാൺ സിൽക്സ് ഒറിജിനൽ ആടി സെയിൽ 2016 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. അപ്പോ ഈ ആടി നമുക്ക് പൂരാക്കണം. വെറും പൂരമല്ല മോനെ, നല്ല ഒറിജിനൽ തൃശൂർ പൂരം. കല്യാൺ സിൽക്സ്. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. ലുലു വെഡിംഗ് സെന്റർ, പേരാമ്പ്ര, താമരശ്ശേരി, മുക്കം, ബാലുശ്ശേരി. വാർത്തകൾ തുടരുന്നു. ആസൂത്രിതമായ മതം മാറ്റ പ്രവണതയുടെയും മതഭീകരതയുടെയും അടിവേരറുക്കാതെ രാജ്യത്ത് സമാധാനം നിലനിർത്താനാവില്ലെന്ന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. മതം മാറ്റത്തിന്റെയും ഭീകരതയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഖുർആന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളെ നിയമം വഴി നിരോധിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്നും KSS സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മതം മാറണമെന്നു പറയാനുള്ള അധികാരം സക്കീർ നായിക്കിനില്ലെന്നും അവർ പറഞ്ഞു.
ഖുറാന് മുമ്പുള്ള ജൂത, ക്രിസ്ത്യൻ, ഹിന്ദു തുടങ്ങിയ മതവിഭാഗങ്ങൾ പ്രമാണമാക്കിയ സർവ്വ വേദഗ്രന്ഥങ്ങളെയും ശരിവെച്ചാണ് ഖുറാൻ അവതരിച്ചത് എന്ന് ഖുറാനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഖുറാൻ അവതരിച്ചതോടെ മറ്റെല്ലാ വേദങ്ങളും ദുർബലമായെന്നും മുസ്ലിങ്ങൾ ഒഴികെ മറ്റെല്ലാവരും നരകത്തിലാണെന്നും ഹദീസുകൾ പഠിപ്പിക്കുന്നു. ഇതാണ് കുഴപ്പങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് KSS ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സാരാംശം സമാധാനമാണ്. അന്യമതങ്ങളെല്ലാം നരകത്തിലേക്കാണെന്ന് പ്രചരിപ്പിച്ച പുരോഹിതൻ ഡോക്ടർ സക്കീർ നായിക്കും ഖുറാന്റെ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് പ്രവർത്തിച്ചതെന്ന് അവർ കുറ്റപ്പെടുത്തി. ഇതര വേദങ്ങൾ സത്യമല്ലെന്ന ഖുറാൻ വിരുദ്ധ നിലപാടാണ് ഡോക്ടർ സാക്കീർ നായിക് പ്രചരിപ്പിക്കുന്നത്. എല്ലാ വേദങ്ങളുടെയും കാതൽ ഒന്നാണെന്നിരിക്കെ മതം മാറ്റം എന്നത് വിവരക്കേടാണ്. മതം മാറണമെന്ന് പറയാനുള്ള അധികാരം സക്കീർ നായിക്കിനില്ലെന്നും ഭാരവാഹികളായ KK സാലിം ഹാജി, MS റഷീദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖുറാൻ പറയുന്നത് നിങ്ങളെ സ്വന്തം ബുദ്ധിനെ കൊണ്ട് ചിന്തിക്കാനാ, അല്ല മുഹമ്മദ് നബി പറഞ്ഞ ബുദ്ധിനെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഖുറാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ അതാണ് അതിന്റെ ശരി. അത് ദൈവത്തിനറിയാം നിങ്ങൾ ചിന്തിച്ചത് ശരിയാണെന്ന്. സ്കിൽ ഇന്ത്യ ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ഗവൺമെന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കെട്ടിടങ്ങളിൽ തീപിടുത്തം സംഭവിച്ചാൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയത് മീഞ്ചന്ത ഫയർഫോഴ്സ് യൂണിറ്റാണ്. കുട്ടികളും ജീവനക്കാരും ആദ്യം അമ്പരന്നുവെങ്കിലും ഡ്രില്ലിന്റെ പ്രസക്തി മനസ്സിലാക്കി പിന്നീട് അവരും സജീവമായി. കോഴിക്കോട് ഗവൺമെന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ ഇന്ത്യ ആഘോഷങ്ങളുടെ ഭാഗമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. IT അധ്യാപകർക്കും കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഇത്തരമൊരു ഡ്രിൽ നടത്തിയത്. ITയുടെ കെട്ടിടത്തിനടുത്ത് അപായമണി മുഴക്കി ഫയർ എഞ്ചിൻ എത്തിയപ്പോൾ ആദ്യം എല്ലാവരും ഭയന്നുവെങ്കിലും കെട്ടിടങ്ങളിൽ തീപിടുത്തം പോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചാൽ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് ബോധവൽക്കരണം നടത്താനാണ് ഡ്രിൽ സംഘടിപ്പിച്ചതെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. കെട്ടിടചട്ട നിയമപ്രകാരം ഏതൊരു കെട്ടിടത്തിനും എമർജൻസി എക്സിറ്റ് വേ ക്രമീകരിച്ചിരിക്കണം. ഇതിൽ നിന്നുമാണ് മോക്ക് ഡ്രില്ലിന് തുടക്കമായത്. കെട്ടിടത്തിൽ തീപിടിച്ചപ്പോൾ ഉള്ളിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ടെറസിൽ കയറി. രക്ഷാപ്രവർത്തനം നടത്താൻ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തി. ടെറസിലുണ്ടായിരുന്ന കുട്ടികളെ സുരക്ഷിതമായി പുറത്തെത്തിച്ച് സന്ദർഭത്തിനൊത്ത പ്രവർത്തനത്തിന് തങ്ങൾ സജ്ജരാണെന്നും അവർ തെളിയിച്ചു. തുടർന്ന് തീയണയ്ക്കാൻ വാട്ടർ മിസ്റ്റ് ബൈക്കും രംഗത്തെത്തി. ചെറിയ തീപിടുത്തങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് അണയ്ക്കാൻ വേണ്ടി വാട്ടർ മിസ്റ്റ് ബൈക്ക് എത്തിയപ്പോൾ കുട്ടികളിൽ കൌതുകമുണ്ടാക്കി. വിവിധ പൈപ്പുകൾ ഉപയോഗിച്ച് തീയണയ്ക്കുന്ന രീതികളെയും ജീവനക്കാർ അവർക്കായി പരിചയപ്പെടുത്തി. മീഞ്ചന്ത ഫയർഫോഴ്സ് യൂണിറ്റാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. സ്റ്റേഷൻ ഓഫീസർ പാനോത്ത് അജിത് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PK ബഷീർ, N വിജയൻ, M രമേശൻ, VP രജീഷ് തുടങ്ങിയവരാണ് ഡ്രില്ലിന് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി കോഴിക്കോട് ബാങ്ക്മെൻസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ കോളേജ് മാഗസിനുള്ള ബഷീർ അവാർഡിന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് മാസിക നാക്കില അർഹമായി. ജൂലൈ 18-ന് കോഴിക്കോട്ട് അവാർഡുകൾ സമ്മാനിക്കും. മികച്ച കോളേജ് മാസികയ്ക്കുള്ള 21ാമത് ബഷീർ അവാർഡിന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് മാഗസിൻ നാക്കില അർഹമായതായി ബാങ്ക്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് KJ തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാഗസിന്റെ എഡിറ്റർ അനുശ്രീയാണ് മികച്ച എഡിറ്റർ. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് മാഗസിൻ വിശ്വവിഖ്യാത തെറി, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മാഗസിൻ ബരുത്തം എന്നിവ 2ാം സ്ഥാനത്തിനും, കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ് മാഗസിൻ കല്ല്, പയ്യന്നൂർ കോളേജ് മാഗസിൻ ചത്തതെന്ന് തള്ളിയ പുഴുക്കളാണ് പൂമ്പാറ്റകളാകുന്നത്, ഗവൺമെന്റ് ബെർണൻ കോളേജ് മാഗസിൻ ഇനിയൊരു വൺസ് മോർ ഉണ്ടായിരിക്കുന്നതല്ല എന്നിവ 3ാം സ്ഥാനത്തിനും അർഹമായി. 5000 രൂപ, 3000 രൂപ, 1500 രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡും ബഹുമതി പത്രവുമാണ് സമ്മാനം. ജൂലൈ 18-ന് വൈകുന്നേരം കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ബഷീർ അനുസ്മരണ വേദിയിൽ വെച്ച് ഡോക്ടർ MM ബഷീർ അവാർഡുകൾ സമ്മാനിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. അവസാന പരിഗണനയ്ക്ക് വന്നത് 25 കോളേജ് മാസികകളാണ്. ആ കോളേജ് മാസികകളെല്ലാം വളരെ നല്ല നിലവാരം പുലർത്തുന്നതാണ്. അതിന്റെ കണ്ടൻസ് ഒക്കെ തന്നെ നമ്മുടെ സമകാലീന വിഷയങ്ങളോട് നീതി പുലർത്തുന്നതുമാണ്. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പോലീസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റനും സംസ്ഥാന പ്രസിഡന്റുമായ ബാദുഷ കടലുണ്ടി സംസാരിച്ചു.
ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കോഴിക്കോട് പോലീസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് ബാദുഷ കടലുണ്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിജിൻ മത്തായി, ട്രഷറർ രാധാകൃഷ്ണൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, സൂരജ് ഗഫൂർ, ജാഫർ സാദിഖ്, കെ ബേബി, പ്രേംചന്ദ് വള്ളിൽ എന്നിവർ സംസാരിച്ചു. വലിയ രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയമാണ്. ഏതാണ്ട് 1 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് വളരെ നമുക്ക് പഠിക്കത്തക്ക തരത്തിലുള്ള ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമ്മേളനം എന്തുകൊണ്ടും വിജയകരമാക്കണമെങ്കിൽ നമ്മളുടെ എല്ലാം പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജൂലൈ 20-21 തീയതികളിൽ തൃശൂരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാഹന വിൽപ്പനയിലും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും 7 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൽ നിന്നും വിഷൻ ഹോണ്ട ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും. ആഘോഷിക്കൂ ഈ ഉത്സവവേള വിഷൻ ഹോണ്ടയുടെ സെയിൽസ് ആൻഡ് സർവീസിനൊപ്പം. ഏവർക്കും സ്വാഗതം. വിഷൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ പാസ്പോർട്ട് സേവാ കേന്ദ്ര, ചുങ്കം, വെസ്റ്റീൽ, കാലിക്കറ്റ്. ഫോൺ 0495238655, 23867888, 8606165222. ഞങ്ങൾക്കേ ബില്ല് വേണ്ട, അപ്പൊ ടാക്സ് കുറയില്ലേ? നമ്മക്ക് പറ്റില്ലാട്ടാ. ബില്ലില്ലാണ്ട് ഒരു തരി സ്വർണം പോലും പ്രതിപ്പ ഓർത്തോക്കാ പോവില്ല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമുണ്ട്. നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥരോ വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ലാച്ചാ സംഗതി കഴിയുന്നാ പോവും. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.25%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ, ബില്ലെടുത്തോളൂ. സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങൂ. അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. അതെ, ആടിമാസാണ്, നമുക്ക് ഷോപ്പ് ചെയ്യണം. പക്ഷേ ഷോപ്പിംഗ് നല്ല ഒറിജിനൽ ആടി സെയിലിൽ നിന്നായിരിക്കണം. ഇതിലുണ്ടോ ഒറിജിനലും അല്ലാത്തതും? എടാ, പൂരങ്ങൾ എത്ര എണ്ണം ഉണ്ട്, പക്ഷെ തൃശൂർ പൂരം ഒന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് കല്യാൺ സിൽക്സിന്റെ ആടി സെയിൽ. ആടിമാസക്കാലത്ത് ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ അവരുടെ പുതിയ കളക്ഷൻസ് കല്യാൺ സിൽക്സിന് നൽകുന്നത് വലിയ വിലക്കുറവിലാണ്. ആ കിഴിവ് കല്യാൺ സിൽക്സ് അതുപോലെ തന്നെ നമുക്ക് കൈമാറുന്നു. ഒപ്പം സ്വന്തം പ്രൊഡക്ഷൻ ഹൌസിലെ പുതിയ കളക്ഷൻസ്. കല്യാൺ സിൽക്സ് ഒറിജിനൽ ആടി സെയിൽ 2016 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. അപ്പോ ഈ ആടി നമുക്ക് പൂരാക്കണം. വെറും പൂരമല്ല മോനെ, നല്ല ഒറിജിനൽ തൃശൂർ പൂരം. കല്യാൺ സിൽക്സ്. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി കേരള ചാപ്റ്ററിന്റെ 7ാമത് വാർഷിക സമ്മേളനം ജൂലൈ 16-നും 17-നും കോഴിക്കോട്ട് നടക്കും. ഹൃദ്രോഗ നിയന്ത്രണവും ചികിത്സയും എന്ന വിഷയത്തെ അധികരിച്ചാണ് സമ്മേളനം നടക്കുക. ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി കേരള ചാപ്റ്ററിന്റെ 7ാമത് വാർഷിക സമ്മേളനം ജൂലൈ 16-17 തീയതികളിൽ കോഴിക്കോട് താജ് ഗേറ്റ്വേ ഹോട്ടലിൽ നടക്കും. ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയെ നേരിടാനുള്ള നൂതന ശസ്ത്രവിദ്യകൾ സംബന്ധിച്ച അറിവുകൾ പങ്കിടാനും ഹൃദ്രോഗ വ്യാപനം തടയാനുമുള്ള പഠനങ്ങൾക്കും കർമ്മ പദ്ധതികൾക്കും തുടക്കമിടാനുമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. ഇന്ന് ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ അധികം രോഗികളും അങ്ങനെ ലക്ഷ്യമുള്ളവർ ആംബുലൻസ് സംവിധാനമില്ലാതെ പല വാഹനങ്ങളിലാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഇതിന് മാറ്റം വരണം. ഹൃദയത്തിന്റെ മരണം നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് ആദ്യത്തെ 1-2 മണിക്കൂറിലാണ്. അപ്പം കൃത്യമായ ചികിത്സ തക്ക സമയത്ത് കിട്ടേണ്ടത് വളരെ ആവശ്യമാണ്. AICC പ്രസിഡന്റ് ഡോക്ടർ VV രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 300-ലധികം ഡോക്ടർമാരും പ്രൊഫസർമാരും ശാസ്ത്രജ്ഞരും മറ്റു പ്രതിനിധികളും പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് AICC ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ KP ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഇടതടവില്ലാതെ ഒഴുകിവന്ന ചോദ്യങ്ങളെ നിർഭയമായി നേരിട്ട് നൊടിയിടയിൽ ഉത്തരം നൽകിയ ഇസ്ര ഹബീബ് എന്ന കൊച്ചുകൂട്ടുകാരി. പറമ്പിൽക്കടവ് MAM UP സ്കൂളിലെ സാഹിത്യ പ്രശ്നോത്തരിയിലാണ് ഇസ്ര ഹബീബ് കാണികളെ അമ്പരിപ്പിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, നൊബേൽ സമ്മാന ജേതാക്കൾ, വൻകരകൾ, ഗ്രഹങ്ങൾ, UN ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി ഇടതടവില്ലാതെ ചോദ്യങ്ങൾക്ക് അമ്പരപ്പില്ലാതെ 5 വയസ്സുകാരി ഉത്തരം നൽകിയപ്പോൾ കാണികളിൽ അത്ഭുതം മൂറി. കേരളത്തിലെ മുഖ്യമന്ത്രിമാർ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള. പറമ്പിൽക്കടവ് MAM UP സ്കൂളിലെ സാഹിത്യ പ്രശ്നോത്തരിയിലാണ് ഇസ്ര ഹബീബ് അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത്. സ്കൂൾ ക്വിസ് ക്ലബ്ബും മാതൃഭാഷാ സ്നേഹികളുടെ കൂട്ടായ്മയായ മലയാളി മണ്ഡലവും ചേർന്നൊരുക്കിയ മലയാള സാഹിത്യ പ്രശ്നോത്തരി പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഇസ്ര സ്കൂളിലെത്തിയത്. വിദ്യാർത്ഥികളിൽ സാഹിത്യാഭിരുചി വളർത്തിയെടുക്കുന്നതിനു വേണ്ടി നടത്തുന്ന പ്രശ്നോത്തരിയിൽ ജേതാക്കൾക്ക് സൈക്കിൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സമ്മാനങ്ങളും നൽകി. ഇസ്രയുടെ പൊതുവിജ്ഞാനത്തിനുള്ള മിടുക്ക് സ്കൂളിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രചോദനമായി. ഇസ്രയുടെ കഴിവിനെ അംഗീകരിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അനുമോദിച്ചിരുന്നു. ഇസ്രയുടെ സഹോദരൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ ക്ലബ്ബുകളുടെ ഉപഹാരം കുന്നമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ N ഗീത നിർവഹിച്ചു. ചടങ്ങിൽ ഗായിക ആതിര K കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. P രജീഷ് കുമാർ മലയാള സാഹിത്യ പ്രശ്നോത്തരി പരമ്പരയുടെ വിശദീകരണം നടത്തി. PTA വൈസ് പ്രസിഡന്റ് M അനിൽകുമാർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ CK വിനോദ് കുമാർ സ്വാഗതവും M റഷീദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേന്ദമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 17 നടക്കും. പത്മശ്രീ ആസാദ് മൂപ്പൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. അവിടെ അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങിക്കുന്നില്ല. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമായി 70ഓളം സ്റ്റാഫുള്ള ആ വിദ്യാലയത്തിൽ ഒരു നിയമനത്തിന് പോലും അധ്യാപകരിൽ നിന്ന് പണം ഇതുവരെ ഈടാക്കിയിട്ടില്ല. ചേന്ദമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച ഭൌതിക സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എല്ലാ ആധുനിക സൌകര്യങ്ങളുമുള്ളതാണ് പുതിയ കെട്ടിടം. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 17 ഞായറാഴ്ച പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ നിർവഹിക്കുമെന്ന് സ്കൂൾ പ്രതിനിധികൾ പറഞ്ഞു. MPമാരായ MI ഷാനവാസ്, PV അബ്ദുൽ വഹാബ്, MLAമാരായ ജോർജ് M തോമസ്, VKC മുഹമ്മദ് കോയ, റസാഖ് കാരാട്ട് തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കും. മികച്ച സേവനങ്ങളാണ് BSNL നൽകുന്നതെന്നും എന്നാൽ BSNLന്റെ പല സേവനങ്ങളും ജനത്തിന് അറിയില്ലെന്നും ജനറൽ മാനേജർ NK സുകുമാരൻ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BSNLന് വിവിധ സേവനങ്ങളുണ്ടെങ്കിലും അവയെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടത്ര അറിവില്ലെന്ന് ജനറൽ മാനേജർ NK സുകുമാരൻ പറഞ്ഞു. ഒരുപാട് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിന്റെ 2-3 ടൈപ്പ് പ്ലാനുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രീപെയ്ഡ് കസ്റ്റമേഴ്സിനും CUG എടുക്കാവുന്നതാണ്. മോർ ദാൻ 3 കണക്ഷൻസ് വേണം. പോസ്റ്റ് പെയ്ഡ് CUG 3 കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 197 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ലെന്ന് പലരും പറയുന്നുണ്ട്. ഇതേ സേവനം ലഭിക്കാൻ 1500 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. കൂടാതെ ഇന്റർനെറ്റിൽ ഡയറക്ടറി ലഭ്യമാണെന്നും സുകുമാരൻ കൂട്ടിച്ചേർത്തു. 4G പോലുള്ള സേവനം BSNLലും ലഭ്യമാണ്. പുതുതായി ഇറക്കിയ സ്റ്റുഡന്റ്സ് പ്ലാൻ സിം ചേംബർ പ്രസിഡന്റ് C മോഹനൻ നൽകി ഉദ്ഘാടനം ചെയ്തു. ഈ പ്ലാൻ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്ലാൻ ചാർജ് 118 രൂപ മാത്രമാണ്. ഇതിന് 1 GB ഡേറ്റ ലഭിക്കും. BSNL ഫോണിലേക്ക് വിളിക്കാൻ 10 പൈസയും മറ്റു ഫോണുകളിലേക്ക് 30 പൈസയുമാണ് നിരക്ക്. 2 മാസം പ്ലാൻ തുടരും. ചേംബർ പ്രസിഡന്റ് C മോഹനൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ശ്യാം സുന്ദർ ഏറാടി പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടക സാഹിത്യ ലോകവുമായി ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോഴും സാമൂഹിക പ്രശ്നങ്ങളിൽ ആകുലനായിരുന്നു തിക്കോടിയനെന്ന് MT വാസുദേവൻ നായർ. കോഴിക്കോട് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച തിക്കോടിയൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു MT. അനസൂയ വിശുദ്ധമായ മനസ്സിന്റെ ഉടമയായിരുന്നു തിക്കോടിയനെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു. കോഴിക്കോട് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച തിക്കോടിയൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടയിൽ ഞാൻ ആ കഥ പറഞ്ഞു. ഞാൻ കുട്ടിയായിട്ട് എന്നെ ഈ നഗരം കാണിച്ചിട്ടുള്ള ആളാണിതെന്നുള്ള കാര്യം മറക്കുന്നു. എന്റെ ജ്യേഷ്ഠന്റെ കൂടെ ജോലി ചെയ്ത ആളാന്നുള്ള കാര്യം മറക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടുത്തെ എഴുത്തുകാരുടെ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ. സൗഹൃദത്തിൽ തിക്കോടിയന് പ്രായഭേദമോ വലിപ്പ ചെറുപ്പമോ ഉണ്ടായിരുന്നില്ല.
തന്റെ ഔന്നത്യമോ നിലപാടുകളോ സൗഹൃദത്തിന് തടസ്സമായിട്ടുമില്ല. എഴുതി തെളിഞ്ഞവരെയും എഴുതി തുടങ്ങിയവരെയും ഒരുപോലെ അദ്ദേഹം കണ്ടു. കുട്ടികളെ എഴുത്തിനായി നന്നായി പ്രോത്സാഹിപ്പിച്ചു. അംഗീകാരമോ പുതിയ പതിപ്പിന്റെ എണ്ണമോ അദ്ദേഹത്തെ ആകുലപ്പെടുത്തിയില്ല. നാടകത്തോടും സാഹിത്യത്തോടും മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് കടപ്പാട്. സമകാലിക ജീവിതത്തിന്റെ ആകുലതകളും വിഹുലതകളും അദ്ദേഹം പങ്കുവച്ചുവെന്നും MT പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ തിക്കോടിയൻ ജന്മശതാബ്ദി പതിപ്പ് തിക്കോടിയന്റെ മകൾ M പുഷ്പയ്ക്ക് നൽകി MT പ്രകാശനം ചെയ്തു. VR സുധീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. തിക്കോടിയന്റെ നാടകങ്ങളിൽ അഭിനയിച്ച വിൽസൺ സാമുവൽ, LC സുകുമാരൻ, വിജയലക്ഷ്മി ബാലൻ, KS കോയ, രത്നമ്മ മാധവൻ, നിലമ്പൂർ മണി, കോഴിക്കോട് ശിവരാമൻ, വിജയൻ കാരന്തൂർ, NVS പൂക്കാട് എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ആദരിച്ചു. റേഡിയോ നാടക കലാകാരൻ രവി രഞ്ജനെ നടൻ മാമുക്കോയ ആദരിച്ചു. തിക്കോടിയൻ രചിച്ച ചുവന്ന കടൽ നോവലിന്റെ പുതിയ പതിപ്പ് KP രാമനുണ്ണി, ഡോക്ടർ TV സുനിതയ്ക്കും, അരങ്ങു കാണാത്ത നടൻ ആത്മകഥ സജിത മഠത്തിൽ ദീദി ദാമോദരൻ നൽകിയും പ്രകാശനം ചെയ്തു. ഡോക്ടർ K ശ്രീകുമാർ സംസാരിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് AK അബ്ദുൾ ഹക്കീം അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KV ശശി സ്വാഗതവും PP ബഷീർ നന്ദിയും പറഞ്ഞു. തിക്കോടിയൻ രചിച്ച പുഷ്പവൃഷ്ടി നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് മൂലം ഒരു സ്കൂളിനെയും തകർച്ചയെ നേരിടാൻ അനുവദിക്കില്ലെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. IT വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും കോഴിക്കോട് സൈബർ പാർക്കിൽ ആദ്യ ഹാക്കത്തോണിന് തുടക്കം. കർക്കിടകത്തിലെ ദുർഘടം അകറ്റാൻ രാമായണ പാരായണത്തിനായി ക്ഷേത്രങ്ങളും ഭവനങ്ങളും ഒരുങ്ങി. ഒപ്പം വിപണിയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.